അടിപൊളി സിനിമ, അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ബി ജി എം കേട്ടാണ് സത്യം പറഞ്ഞുണ്ടല്ലോ. എനിക്ക് പറയാൻ പറ്റില്ല, മൂത്രം പോയി ഈ സിനിമ കണ്ടിട്ട് ആദ്യമായിട്ട്. കാരണം ഇത്രയും ബി.ജി.എം തിയേറ്റർ കൂലിംഗ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അണുബോംബ് വെച്ചതുപോലുള്ള മ്യൂസിക് ആണ്, ഒരു രക്ഷയില്ല. പെർഫോമൻസ് എല്ലാം ഒക്കെ അടിപൊളിയായിട്ട് ജയറാമൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പടം ബമ്പർ ഹിറ്റ്, ബോക്സ് ഓഫീസ് കളക്ഷൻ തകർക്കും. പുള്ളി ഇനി സിനിമ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ വിജയണ്ണനെ മാസ് 1000 കോടിയാണ്, 1000 കോടി ഉറപ്പായിട്ട് നേടിപ്പെടാം. 1000 കോടി ബാലിബനൊന്നും കണ്ടൊന്നുമല്ല തിയേറ്റർ കുലുങ്ങുന്നായിട്ട്. ഗോട്ട് എന്ന സിനിമ കണ്ട തിയേറ്റർ കുലുങ്ങും ഉറപ്പ്. തകർത്തോ തിമിർത്തോ. വിജയാരാധകർക്ക് ഏതായാലും കാണാം, അതിനേതായാലും നല്ല ഇതുണ്ട്. ക്ലൈമാക്സ് സീനിലൊക്കെ നന്നായിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഉണ്ട്, അതൊക്കെ കാമിയ റോളൊക്കെ വരുന്നുണ്ട്, അത് കൊള്ളാം. എന്ന് വെച്ചാൽ ഒരു ലിയോയുടെ ഒരു ഹൈപ്പ് കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വേറെ അത്യാവശ്യം വൺ ടൈം വാച്ച് നല്ല പടം. കിടിലം പടം. ആക്ഷൻ എല്ലാം അടികൂട്ടലാണ്. വലിയൊരു കുഴപ്പമൊന്നുമില്ല. സ്റ്റോറി ഉണ്ടെന്ന് പറയുന്നു. നല്ല സ്റ്റോറിയാ, എല്ലാരും കാണും. സ്റ്റോറിയൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴും കാണുന്ന ഒരു വിജയുടെ ആ ഒരു ഫാൻസിന് ഒരു ഇത് കിട്ടില്ല. ബാഡ് മൂവി ആവുന്ന പുതുമൊന്നുമില്ല. അടിക്കാൻ പോണം ഇടുക്കി ഇങ്ങനത്തെ പടം ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മാസ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ബീജം എന്ന് പറഞ്ഞൊരു സാധനം, ഇത് ആരാണ് അത് മ്യൂസിക് ചെയ്തത്, ഒരു ഫീല് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു മാസ് ഫീല് സീൻസിലുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇമ്പാക്ട് ചെയ്തിട്ടാണെങ്കിൽ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ക്ലാപ്പ് പെർഫോമൻസ് ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ കോമഡി ആയിരുന്നു. മറ്റേ നമ്മുടെ അഴകിയ തമിഴ്നാട്ടിലെ പോലെ അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട്. ബാഡ് വില്ലൻ പിന്നെ 2-3 ക്യാമിയോസ് ഉണ്ട്. ജസ്റ്റ് ഒരു ഫൺ വാച്ചിന് വേണേ ഒന്ന് കാണാം, അല്ലാതെ ഞാൻ പറയില്ല. DAG-ല് എനിക്ക് തോന്നുന്നു ചില സീൻസ് നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ചില സീൻസ് അട്ടർ ബോറായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പഴയ വിജയകാന്തിന്റെ ഒരു പോലെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ആക്ച്വലി ഡബിൾ റോളിലാണെങ്കിലും നന്നായി പെർഫോം ചെയ്തു. ആവശ്യമില്ലാതെ കൂടുതലും പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും പറയാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കുറെ സീൻസ് ധോണി അവർക്ക് വേണ്ടി ധോണി വേറെ ഒന്നും എനിക്ക് ഫീൽ. അത് 2-3 ക്യാമിയോസ് ഒക്കെ ഉണ്ട്. അതായത് പടം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ അറിയില്ല, എനിക്കൊട്ടും വർക്കൗട്ട് ആയില്ല. ഇത് പോയി പടം ഒരു ഗോട്ട് സിനിമ ഒരു വൺ ടൈം വാച്ച് മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം പറഞ്ഞാൽ കൊടുത്ത ഹൈപ്പ് അനുസരിച്ചുള്ള പടം ഇല്ല. കൊടുത്ത ഹൈപ്പ് എന്ന് പറഞ്ഞാൽ 1000 കോടി അടിക്കുന്നൊക്കെ പറഞ്ഞ ഒരു ഹൈപ്പ് ഉണ്ടായി, പക്ഷെ അതിനുള്ള ഒരു ലെവല് പടം എനിക്ക് തോന്നിയില്ല. BGM ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് BGMന്റെ ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിലേക്കാണെങ്കിൽ അത് ശരിക്കും കിട്ടും. പിന്നെ പടത്തിലൊരു മെയിൻ ആയിട്ട് 3 പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ ഒരാവശ്യമില്ലാണ്ട് അനാവശ്യമായിട്ട് കുത്തി കയറ്റിക്കണ പോലെ എനിക്ക് തോന്നിയത്. കാരണം സന്ദർഭമായിട്ട് ഒട്ടും യോജിക്കാത്ത പാട്ടുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും പെർഫോമൻസ് വിജയൊക്കെ നല്ല കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയ് മാത്രമല്ല, അതിൽ ബാക്കി വന്ന എല്ലാ ക്യാരക്ടറും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും